ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂബോൺ റിഫ്ലക്സസും അതുപോലെ ഒരു 3 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആണ് നോക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ന്യൂബോൺ റിഫ്ലക്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ചിലപ്പോൾ എക്സാമിന് 1-2 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ചാനലിൽ പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഇനിയും കവർ ചെയ്യാനുണ്ട് എക്സാമിന് വേണ്ടി. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് റിഫ്ലക്സ് ആണ് ദ മോറോ റിഫ്ലക്സ് ആണ്. മോറോ റിഫ്ലക്സ് ഈസ് ആൻ ഇൻഫന്റൈൽ റിഫ്ലക്സ് ദാറ്റ് ഡെവലപ്സ് ബിറ്റ്വീൻ 28 to 32 വീക്സ് ഓഫ് ജസ്റ്റേഷൻ ആൻഡ് ഡിസപ്പിയേഴ്സ് ബിറ്റ്വീൻ 3 to 6 months of age. It is a response to a sudden loss of support. The Moro reflex is often called startile reflex. അപ്പം 28 to 32 വീക്സ് ഓഫ് ജസ്റ്റേഷൻ ആ ഒരു ഫീറ്റസ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന റിഫ്ലക്സ് ആണ് മോറോ റിഫ്ലക്സ്. സോ ദിസ് റിഫ്ലക്സ് സാധാരണ 6 മാസം വരെ 3 തൊട്ട് 6 മാസം വരെ നീണ്ടു നിൽക്കുന്നതാണ് മോറോ റിഫ്ലക്സ്. അതായത് എന്തെങ്കിലും ഒരു റിയാക്ഷൻ പെട്ടെന്നൊരു ലോസ് ഓഫ് ബാലൻസ് വരിക, ആ സപ്പോർട്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ കൈ 2 വശത്തേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു റിയാക്ഷൻ കാണിക്കും. ദാറ്റ് ഈസ് എ മോറോ റിഫ്ലക്സ്. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാർട്ടിൽ റിഫ്ലക്സ്. അപ്പൊ മോറോ റിഫ്ലക്സിന്റെ മറ്റൊരു പേരാണ് സ്റ്റാർട്ടിൽ റിഫ്ലക്സ്. ഇറ്റ് ഇസ് എ റെസ്പോൺസ് ടു എ സഡൻ ലോസ് ഓഫ് സപ്പോർട്ട്. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം എല്ലാ റിഫ്ലക്സും പിക്ചറിന്റെ സഹായത്തോടെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതാണ് മോറോ റിഫ്ലക്സ്. നെക്സ്റ്റ് റിഫ്ലക്സ് ആണ് പാൽമാർ ഗ്രാസ്പ് റിഫ്ലക്സ്. പാൽമാർ ഗ്രാസ്പ് റിഫ്ലക്സ് ആണ്. അലൗസ് എ ന്യൂബോൺ ടു ക്ലഞ്ച് ആൻ ഓബ്ജെക്ട് വെൻ പ്രഷർ ആൻഡ് ടച്ച് ആർ അപ്ലൈഡ് ടു ദ palm. Appears 28 weeks of gestation and disappears 2 to 3 months of life. Persistence beyond 6 months, it is called athetoid cerebral palsy, also known as dyskinetic cerebral palsy. അപ്പോൾ പാമാർ ഗ്രാസ്പ് റിഫ്ലക്സ് ആണ്. ഈ ഒരു റിഫ്ലക്സ് 28 വീക്സ് ഓഫ് ജസ്റ്റേഷനിൽ മദറിന്റെ ഫീറ്റസിൽ തന്നെ നമുക്ക് ഫീറ്റസ് ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് വിൽ ഡിസപ്പിയേഴ്സ് 2 to 3 months ഓഫ് ഏജ്. നമുക്ക് കുട്ടികളുടെ കയ്യിൽ ഇതേപോലെ ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ കൈ വിരലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ടോയ്സ് ഒക്കെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അവര് കൈ അറിയാതെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി പിടിക്കും. ദാറ്റ് ഈസ് പാമാർ ഗ്രാസ്പ് റിഫ്ലക്സ്. സോ ഇറ്റ് വിൽ ഡിസപ്പിയേഴ്സ് 2 to 3 months ഓഫ് ഏജ്. ഇത് പിന്നെയും പെർസിസ്റ്റന്റ് ആയിട്ട് 6 മാസം വരെ നിൽക്കുകയാണെങ്കിൽ 6 മാസത്തിന് ശേഷവും ഇത് കാണുകയാണെങ്കിലാണ് അതൊരു സെർബ്രൽ പാൾസിയുടെ ലക്ഷണമാണ്. അത്തറ്റോയിഡ് സെർബ്രൽ പാൾസി, ഓൾസോ നോൺ ആസ് ഡിസ്കൈനറ്റിക് സെർബ്രൽ പാൾസി. സെർബ്രൽ പാൾസി എന്ന് പറയുമ്പോൾ കൺജനിറ്റൽ ഡിസോർഡർ ആണ്. കൺജനിറ്റൽ ഡിസോർഡർ ആണ് സെർബ്രൽ പാൾസി. മൂവ്മെന്റ് ഡിസോർഡർ ആണ്. നോൺ പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അതായത് സെർബ്രൽ പാൾസിയിലുള്ള മൈൽഡ് സെർബ്രൽ പാൾസിയിലൊക്കെ ഉള്ള കുട്ടികൾക്ക് സാധാരണ ഒരു ഹ്യൂമൻ അഡൽട്ട് പ്രായം ചെല്ലുന്ന അത്രയും കാലം ജീവിച്ചിരിക്കാനുള്ള സാധ്യതകളുണ്ട്. നോൺ പ്രോഗ്രസീവ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സെർബ്രൽ പാൾസി കണ്ടീഷൻ വേഴ്സണിങ് ആകാനുള്ള സാധ്യത കുറവാണ്. നോൺ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രായം കൂടുന്തോറും സെർബ്രൽ പാൾസി വേഴ്സൺ ആയിട്ട് മാറുന്നില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു ഗ്രാസ്പ് റിഫ്ലക്സ് ശ്രദ്ധിക്കുക. ഇറ്റ് വിൽ ഡിസപ്പിയേഴ്സ് 2 to 3 months ഓഫ് ഏജ്. അപ്പൊ 6 മാസത്തിൽ കൂടുതൽ ഈ ഒരു ഗ്രാസ്പ് റിഫ്ലക്സ് തുടർന്നു കഴിഞ്ഞാൽ there may be a chance of athetoid cerebral palsy or other name is dyskinetic cerebral palsy. അടുത്ത റിഫ്ലക്സ് എന്താണെന്ന് നോക്കാം. ടോണിക് നെക്ക് റിഫ്ലക്സ്. When a baby's head is turned to one side, the arm on that side stretches out and the opposite arm bends up at the elbow. This is often called the fencing position. ഫെൻസിങ് പൊസിഷൻ ആണ്. ടോണിക് നെക്ക് റിഫ്ലക്സിലുള്ളതാണ് ഫെൻസിങ് പൊസിഷൻ. അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ സെയിം വശത്തേക്ക് നമ്മുടെ കുട്ടിയുടെ തലയും കൂടെ വെച്ചിട്ടുണ്ട്. ദ അതർ ഹാൻഡ് വിൽ ബി ഫ്ലെക്സ്ഡ്. Other hand and leg will be flexed. That is called a tonic neck reflex. This is often called a fencing position. Appears at birth and disappear 3 months. നമ്മൾ ബർത്ത് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികൾ കാണുന്നതാണ്. It will disappear 3 months. More than 3 months there is a chance of spastic cerebral palsy. അപ്പോൾ ഈ ഒരു ടോണിക് നെക്ക് റിഫ്ലക്സ് അതുപോലെ ന്യൂബോൺ റിഫ്ലക്സുകളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും തന്നെ സെർബ്രൽ പാൾസി ആകാനുള്ള ചാൻസുകളുണ്ട് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇതൊരു സ്പാസ്റ്റിക് സെർബ്രൽ പാൾസി ആകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു കുട്ടിയുടെ റിഫ്ലക്സ് പെർസിസ്റ്റ് ചെയ്താൽ. സോ ടോണിക് നെക്ക് റിഫ്ലക്സ് when a baby's head is turned to one side, the arm on that side stretches out and the opposite arm bends up the elbow. പഠിക്കാൻ എളുപ്പമുണ്ട്.
ശ്രദ്ധിക്കുക. അടുത്ത റിഫ്ലക്സ് നോക്കാം. ഗാലൻ റിഫ്ലക്സ്. ഈ പിക്ചറിൽ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് എലിസിറ്റഡ് ബൈ ഹോൾഡിംഗ് ദ ന്യൂ ബോൺ ഇൻ വെൻട്രൽ സസ്പെൻഷൻ, ദാറ്റ് ഈസ് ഫേസ് ഡൗൺ, and stroking along the one side of the spine. The normal reaction is for the newborn to laterally flex toward the stimulated side. അതായത് ഈ കുട്ടിയെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, ഫേസ് ഡൗൺ ആയിട്ടുള്ള വെൻട്രൽ സസ്പെൻഷനിൽ പിടിച്ചിരിക്കുകയാണ്. ദ നോർമൽ റിയാക്ഷൻ, അടുത്ത കൈ കൊണ്ട് ഇവിടെ സ്ട്രോക്ക് കൊടുക്കുന്നുണ്ട്, സ്പൈനിൽ ഒരു സ്ട്രോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രോക്ക് കൊടുക്കുമ്പോൾ ഈ രണ്ട് ഹിപ്പ് ഏരിയ അങ്ങോട്ട് ഫ്ലെക്സ് ആവുന്നുണ്ട്, കുട്ടിയുടെ ഫ്ലെക്സ് ആവുന്നുണ്ട്. The normal reaction is for the newborn to laterally flex toward the stimulated side. അപ്പൊ ഈ ഒരു സ്റ്റിമുലേഷൻ നടന്ന ഭാഗത്തേക്ക് കുട്ടിയുടെ ഹിപ്പ് ഫ്ലെക്സ് ആവുന്നുണ്ട്. Purpose of Galen reflex is to encourage movement and develop range of motion in the hip in preparation for walking and crawling. സോ ഇത് നമുക്ക് നേരത്തെ അറിയാൻ കഴിയാം. ഇപ്പൊ ഈ ഒരു ഫ്ലെക്ഷൻ ഉണ്ടെങ്കിൽ അത് നോർമലാണ്, ഹിപ്പ് ഫ്ലെക്ഷൻ ഉണ്ടെങ്കിൽ നോർമലാണ്. അപ്പൊ സാധാരണയായിട്ട് കുട്ടിക്ക് നടക്കാനും എഴയാനും ഒക്കെ കഴിയും അതിന്റെ പ്രായത്തിൽ, അതായത് സമയത്തിൽ അതിന്റെ റിഫ്ലക്സ്, അതിന്റെ മൈൽ സ്റ്റോൺസ് നോർമൽ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. സോ നമുക്കിത് ഗാലൻ റിഫ്ലക്സ് അറ്റ് ബർത്ത് മുതൽ 4 to 6 months വരെയാണ് കാണുന്നത്. അപ്പൊ അറ്റ് ബർത്തിലാണ് ഗാലൻ റിഫ്ലക്സും കാണുന്നത്. അപ്പൊ ഏതൊക്കെ റിഫ്ലക്സ് ആണ് ഫീറ്റസ് ലൈഫിലെ ഉണ്ടാകുന്നത്, അറ്റ് ബർത്തിൽ ഏതൊക്കെ റിഫ്ലക്സ് കാണുന്നത് എന്നുകൂടെ പഠിച്ചു വെക്കുക. ഗാലൻ റിഫ്ലക്സ് അറ്റ് ബർത്ത് മുതൽ 4 to 6 months വരെയാണ് കാണുന്നത്. അടുത്ത റിഫ്ലക്സ് ആണ് റൂട്ടിംഗ് റിഫ്ലക്സ്. എ റിഫ്ലക്സ് ദാറ്റ് ഈസ് സീൻ ഇൻ നോർമൽ ന്യൂബോൺ ബേബീസ് who automatically turn the face toward the stimulus and make sucking or rooting motions with the mouth when the cheek or lip is touched. The rooting reflex helps to ensure successful breastfeeding. 28 weeks disappear 4 to 6 months. അപ്പൊ ഈ റൂട്ടിംഗ് റിഫ്ലക്സ് സാധാരണ നമുക്ക് കുട്ടികളുടെ ഒരു വശത്ത്, കവളിന്റെ ഒരു വശത്ത് കൈ ഇങ്ങനെ വെച്ചാൽ കുട്ടികൾ വാഗൊണ്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്നതായിട്ട് കാണാം. സോ ദാറ്റ് ഈസ് എ റൂട്ടിംഗ് റിഫ്ലക്സ്. അപ്പൊ ഈ ഒരു റിഫ്ലക്സ് സാധാരണ നമ്മുടെ ഫീറ്റസ് ലൈഫിലെ കാണുന്നതാണ്, 28 week ജസ്റ്റേഷനിൽ കാണുന്നതാണ്. ഇറ്റ് വിൽ ഡിസപ്പിയർ 4 to 6 months. അപ്പൊ റൂട്ടിംഗ് റിഫ്ലക്സും നമ്മളെ ഫീറ്റസ് ലൈഫിലെ കാണുന്ന റിഫ്ലക്സ് ആണ്. The baby will automatically turn the side when we touches his face. He will automatically turn his mouth in that side. That is sucking or rooting reflex. Then another reflex is Landiau reflex or Landiau reaction. Refers to a reflex seen in infants when held horizontally in the air in the prone position to maintain a convex arc with the head raised and the legs slightly flexed. It is poor in those with the floppy infant syndrome. അപ്പൊ ലാൻഡിയോ റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ കുട്ടിയെ ഇങ്ങനെ തന്നെ ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ, പ്രോൺ പൊസിഷനിൽ ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഹി വിൽ മെയിൻറ്റെയിൻ എ കോൺവെക്സ് ആർക്ക്. ചൈൽഡ് ഒരു കോൺവെക്സ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ആൻഡ് റൈസ് ഹിസ് ഹെഡ്, തല ഉയർത്തുകയും കൈ രണ്ടു വശത്തേക്ക് ഇങ്ങനെ പിടിക്കുകയും ചെയ്യുന്നു. ഇത് ലാൻഡിയോ റിയാക്ഷൻ റിഫ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു റിയാക്ഷൻ അപ്പിയേഴ്സ് 3 months ഓഫ് ഏജിൽ, 3 മാസത്തിലാണ് ലാൻഡിയോ റിയാക്ഷൻ റിഫ്ലക്സ് കാണുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഡിസപ്പിയേഴ്സ് 12 to 24 months. അപ്പൊ മാക്സിമം 2 year വരെയാണ് ഈ ഒരു റിയാക്ഷൻ കാണുന്നത്. ഇറ്റ് വിൽ ഡിസപ്പിയേഴ്സ് 12 to 24 months. ഇത് കുട്ടി തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കാണിക്കുകയാണ്. താഴെ ഇപ്പൊ 4 കാലിൽ വീഴുകയാണ്, പൂച്ച 4 കാലിലെ വീഴുകയുള്ളൂ എന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ അവനൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കാണിക്കുകയാണ് കുട്ടി. സോ ദാറ്റ് ഈസ് എ ലാൻഡിയോ റിഫ്ലക്സ്. ഇൻഫന്റ് ഫ്ലോപ്പി സിൻഡ്രത്തിൽ ഈ ഒരു റിഫ്ലക്സ് കാണില്ല. കാരണം ഫ്ലോപ്പി സിൻഡ്രം എന്ന് പറയുമ്പോൾ മസിൽസിന് തീരെ ശക്തി ഉണ്ടാവില്ല. ഇൻഫന്റ് ഫ്ലോപ്പി സിൻഡ്രത്തിൽ ഈ ഒരു റിഫ്ലക്സ് തീരെ കാണില്ല. അടുത്താണ് പാരച്യൂട്ട് റിഫ്ലക്സ്. When a baby senses that they are about to fall, their arms reflexively extend to break the fall. 6 to 9 months appears and persists thereafter. അപ്പൊ ഇതാണ് പാരച്യൂട്ട് റിഫ്ലക്സ്. കുട്ടിയെ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ 2 കൈയും മുകളിലോട്ടും കാലിങ്ങനെ വിടർത്തി പിടിക്കും. ദാറ്റ് ഈസ് എ പാരച്യൂട്ട് റിഫ്ലക്സ്. അത് 6 to 9 months മുതൽ നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാകുന്ന ഒരു റിഫ്ലക്സ് ആണ് പാരച്യൂട്ട് റിഫ്ലക്സ്.
അടുത്തായിട്ട് ദ പ്ലേസിംഗ് റിഫ്ലെക്സ്. Hold your newborn baby in an upright position in front of a table or other object. They will raise their foot to try to step onto the object, or they will raise their arm automatically. Begin 3 months and disappear between 4 to 6 months. അപ്പോൾ പ്ലേസിംഗ് റിഫ്ലെക്സ് ആണ്. നമ്മളിത് കുട്ടിയെ ഇങ്ങനെ ഇതേപോലെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ he will try to walk. സ്റ്റെപ്പിംഗ് റിഫ്ലെക്സ് ഇതുപോലെ തന്നെ റിഫ്ലെക്സ് ആണ്. ദ ചൈൽഡ് ട്രൈ ടു സ്റ്റെപ്പ്. സോ പ്ലേസിംഗ് റിഫ്ലെക്സ് പോലെ തന്നെ ഉള്ളൊരു റിഫ്ലെക്സ് ആണ് സ്റ്റെപ്പിംഗ് റിഫ്ലെക്സ്. പ്ലേസിംഗ് റിഫ്ലെക്സ് ബിഗിൻസ് 3 months, 3 മാസത്തിൽ ഇത് തുടങ്ങുന്നതാണ്. ആൻഡ് ഡിസപ്പിയർ ബിറ്റ്വീൻ 4 and 6 months. 4 തൊട്ട് 6 മാസം വരെ ആകുമ്പോൾ ഈ ഒരു പ്ലേസിംഗ് റിഫ്ലെക്സ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ റിഫ്ലെക്സ് മാറിപ്പോവുകയും ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് പ്ലേസിംഗ് റിഫ്ലെക്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിഫ്ലെക്സ് ഒക്കെയാണ് പറഞ്ഞത്. നമ്മൾ സക്കിംഗ് റിഫ്ലെക്സ് പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാം അറിയുന്നതായിരിക്കും. കുഞ്ഞ് സക്ക് ചെയ്യുന്ന ആ റിഫ്ലെക്സ് ആണ്. അപ്പൊ അതുപോലെ തന്നെ സ്റ്റെപ്പിംഗ് റിഫ്ലെക്സ് ഏകദേശം ഇതുപോലെ തന്നെയാണ്. ബാക്കി എല്ലാ റിഫ്ലെക്സും നമ്മൾ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിഫ്ലെക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ സെർബൽ പാൾസി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 3 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മുഴുവൻ പറഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കുറച്ച് ക്വസ്റ്റ്യനോട് ഉൾപ്പെടുത്താം. First question, a baby will typically develop pincer grasp movements approximately. Option 5 months, 6 months, 7 months, 9 months. Correct answer is 9 months. A baby will typically develop pincer grasp movements approximately 9 months. So pincer grasp നമുക്കറിയാം, കുഞ്ഞ് ഇൻഡെക്സ് ഫിംഗറും തമ്പും കൂടെ കൂട്ടിയിട്ട് ഒരു സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് പിൻസർ ഗ്രാസ്പ്. നമ്മുടെ പെരുവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചിട്ട് കുഞ്ഞ് ഓരോ സാധനങ്ങൾ എടുക്കുന്നതിന് ട്രൈ ചെയ്യുന്നതിന് നമുക്ക് പിൻസർ ഗ്രാസ്പ് എന്ന് പറയാം. പിൻസർ ഗ്രാസ്പ് സാധാരണ 9 monthsലാണ് കാണാറ്. അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ മന്ത്സ് അറ്റ് 2 months of age include the infants doing each of the following except reaching at objects, social smile, attending to voice and cues, following a moving object 180 degree visually. ഇപ്പൊ 2 മാസമുള്ള കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഈസ് റീച്ചിങ് അറ്റ് ഒബ്ജക്ട്സ്. അപ്പം ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇഴഞ്ഞെത്താൻ കുട്ടിക്ക് മിനിമം ഒരു അല്ലെങ്കിൽ 4 കാലിൽ നടക്കാനൊക്കെ ഒരു 5 മുതൽ 6 മാസം വരെ സമയമെടുക്കും. 2 months ഉള്ള കുട്ടിക്ക് അത് കഴിയില്ല. സോഷ്യൽ സ്മൈല് കുട്ടി നന്നായിട്ട് ചെയ്യും. അറ്റൻഡിങ് ടു വോയിസ് ആൻഡ് കൂസ്, എങ്ങോട്ട് തിരിഞ്ഞു നോക്കാനും ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്കെല്ലാം ശ്രദ്ധ കൊണ്ടുപോകാൻ കഴിയുന്നു. അതുപോലെ ഫോളോവിങ് എ മൂവിങ് ഓബ്ജക്റ്റ് വിഷ്വലി, നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ ആ കുട്ടിയുടെ മുന്നിലൂടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ മാറ്റുവാണെങ്കിൽ നമ്മൾ ആ ഒരു സാധനത്തെ കുഞ്ഞ് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. 180 degree visually he can move his eyes. So reaching at objects ഒരു 5 തൊട്ട് 6 മാസമുള്ള കുട്ടിക്കാണ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, at 6 months of age developmental milestones do not include the child's putting a pellet into a bottle, releasing 2 cubes into a cup, scribbling spontaneously, enjoying a simple ball game. 6 മാസമുള്ള കുട്ടിയുടെ മൈൽ സ്റ്റോൺസ് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് സ്ക്രിബ്ലിംഗ് സ്പോണ്ടേനിയസ്ലി. 6 മാസമുള്ള കുട്ടിക്ക് ഇതേപോലെ സ്ക്രിബിൾ ചെയ്യാൻ കഴിയില്ല. അതിന് ഏകദേശം 1.5 വയസ്സ്, 18 months to 23 months ആണ്. 18 months മുതൽ 23 months വരെയുള്ള കുട്ടിക്കാണ് സ്ക്രിബിൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പം 6 മാസമുള്ള കുട്ടിക്ക് അത് കഴിയില്ല. ഹി ക്യാൻ പുട്ടിംഗ് എ പെല്ലറ്റ് ഇൻ ടു എ ബോട്ടിൽ. 6 months old child can release 2 cubes into a cup and he can enjoy a simple ball game. എൻജോയ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കളിക്കുന്നത് കണ്ട് സന്തോഷിക്കുക, ചിരിക്കുക, അതൊക്കെ പറ്റുള്ളൂ. 18 months ഉള്ള കുട്ടിക്ക് സ്ക്രിബിൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു 4 to 6 സ്ക്വയർ വെച്ചിട്ട് ഒരു ചെറിയ ബ്ലോക്ക് ഒക്കെ ബിൽഡ് ചെയ്യാൻ കഴിയും. സോ ദാറ്റ് ഈസ് ദ ആൻസർ. So that's all for today's small video. അപ്പം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും അടുത്ത പീഡിയാട്രിക്കിന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
താങ്ക് യു ഫോർ വാച്ചിങ്. ആരെങ്കിലും പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നമ്മളുടെ ഒരു ചാനലിനെ പറ്റി അറിവ് പകർന്നു കൊടുക്കുക. താങ്ക് യു.